ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ പൊതുമരാമത്ത് മെമ്പർ KC ജോസഫ്, ശ്രീ ചെമ്മന്തൊട്ടി ഹൈസ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്റർ ആൻഡോ സാർ, ചെമ്മന്തൊട്ടിയിലെ മികച്ച കർഷകനായ അപ്പൻചാട്ടൻ, ഇവിടുത്തെ ചെമ്മന്തൊട്ടിയിലെ എല്ലാ കൃഷികളും ഞാൻ എന്നും കൃഷിയെപ്പറ്റി വർഷങ്ങളായിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഇവിടുത്തെ ഓരോ കൃഷിക്കാർക്കും വേണ്ടിയിട്ടും വിത്തുകൾ കൊടുക്കുകയും മറ്റേ കൃഷി എങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഇവിടുത്തെ ഏറ്റവും നല്ല കൃഷിക്കാരൻ എന്ന് പറയുന്ന ജോസിയേട്ടൻ, തോടിക്കൽ ജോസിയേട്ടൻ, മറ്റ് കർഷക സുഹൃത്തുക്കളെ, ഞാൻ ഒരു 17 വർഷം എൻ്റെ റബ്ബർ പാല് വെട്ടി മരം മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്ന മരം, ആ മരം സ്ലോട്ടർ ചെയ്തു. 17 വർഷമാണ് ഞാൻ സ്ലോട്ടർ ചെയ്തത്. ആ സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ മരം തന്നെ ഞാൻ രണ്ടാമത് 1 വർഷം വെട്ടാതിരുന്നു. കേടുപാടുകൾ വന്നപ്പോൾ കുറേ എൻ്റേതായ മരുന്ന് എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെതൽപ്പറ്റിൻ്റെ മണ്ണും ചാണകവും പിണ്ണാക്കും എല്ലാം പൊഴിച്ച് ഈ സ്ലോട്ടർ ചെയ്യുന്ന ഭാഗത്തേക്ക് 30 ദിവസം കൂടിയിരിക്കുമ്പോൾ മരത്തിന് അതെല്ലാം തേച്ചിട്ട് അത് വന്നു. ആ പട്ടയെല്ലാം അതേമാതിരി നല്ല രീതിയിൽ വന്നു. ഇപ്പം തൈമരം മാതിരി വെട്ടാൻ പറ്റും. ആ മരം വെട്ടി ആദായം കിട്ടുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് പലർക്കും അവിടെ എൻ്റെ തോട്ടത്തിൽ വരികയും ആ തോട്ടം വന്നിട്ട് ഇത് ആദായം കാണുകയും അതിശയം പറയുകയും ചെയ്തിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും പലരും ഒരു 10-20 പേരെങ്കിലും എൻ്റെ തോട്ടത്തിൽ അവിടെ വന്നിട്ട് ഇതെങ്ങനെ ഇങ്ങനെ സാധിച്ചിരിക്കുന്നു, ഇത് എത്ര വർഷമായി, ഇത് 17 വർഷമൊന്നും സ്ലോട്ട് ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ മരത്തിൻ്റെ മണ്ടയിലോട്ട് കാണിച്ചു കൊടുത്തു. ആ മരം കണ്ടു കഴിയുമ്പോഴത്തേന് എന്നാൽ ഇനി ഞങ്ങളും ഇതേമാതിരി തന്നെ വെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പലരും വന്നിട്ട് വിറ്റ മരം പോലും 150 മരം അവിടെ കച്ചവടം ചെയ്തിരിക്കുന്നത് 50 മരം അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പലരും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നിട്ട് നിങ്ങളെ ഈ വിവരം ഇവിടുത്തെ ചെമ്മന്തൊട്ടിയിലെ ആദ്യകാലത്തൊട്ടുള്ള കൃഷിയിൽ ആദായം എടുക്കാനല്ല പഠിച്ചിരിക്കുന്നത്, കൃഷി ചെയ്യാനാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ലേഖനവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ ആദായം എടുക്കുന്നതല്ല. ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആദായം കൃത്യമായി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ശാസ്ത്രീയ വശങ്ങൾ കൂടി എടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. തെങ്ങിനും കവിനും കുരുമുളകിനും കശുമാവിനും ഒക്കെ പുറമേ ആദായം കാണും. പക്ഷേ ഇവിടുത്തെ ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ളിലാണ് ആദായം ഇരിക്കുന്നത്. അതെങ്ങനെ എടുക്കണം എന്നുള്ളതിനെ പറ്റി അറിയാതെ ഇത് 20 വർഷം കൊണ്ട് വെട്ടിയേച്ച് 2 വർഷം കൊണ്ട് 60 കൊല്ലം വെട്ടേണ്ട സാധനം 2 കൊല്ലം കൊണ്ട് വെട്ടിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാം. ബാക്കി ശ്രീ കുഴിയാത്ത് ലാലിച്ചൻ, താങ്കൾ ഒരു മികച്ച കർഷകനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് റബ്ബർ കൃഷിയിൽ തൻ്റെതായ പരീക്ഷണങ്ങൾ നടത്തി കൂടുതൽ വിളവിലെ ഉൽപ്പാദനം ലഭിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതനുസരിച്ച് റബ്ബർ കൃഷിയിൽ നല്ല നിലയിൽ അതിൻ്റെ മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഒരു റബ്ബർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു തൈ നട്ടുവെച്ച് കഴിഞ്ഞാൽ 7 വർഷം അല്ലെ 8 വർഷം കൊണ്ട് റബ്ബർ ബോർഡ് പറയുന്ന 20 ഇഞ്ച് 21 ഇഞ്ച് വണ്ണം എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടി ടാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു 15 അല്ലെ 20 വർഷം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ 2 സൈഡിലെയും തൊലികളെല്ലാം തീരുമ്പോൾ അത് മുറിച്ച് കളയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. താങ്കൾ പറയുന്നു അങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്, അത് കൂടുതൽ വർഷങ്ങൾക്ക് ഉൽപാദനം ലഭിക്കാനുള്ള രീതിയിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരു റബ്ബർ 20 വർഷം കൊണ്ട് താഴത്തെ പട്ട വെട്ടാൻ ഇവിടുത്തെ ആദ്യം പഠിപ്പിക്കേണ്ട കാര്യമില്ല. സ്വയം ഇത് റബ്ബറിൻ്റെ പാല് ഇട്ടിരിക്കുന്നത് മുകളിൽ നിന്നാണ് പാല് വരുന്നത്. ഈ വളമെടുക്കുന്നത് അടിയിൽ നിന്ന് വെയിലിൽ നിന്നാണെങ്കിലും പാല് മുകളിലാണുള്ളത്, ഇലയാണ് പാചകം ചെയ്യുന്നത്. അപ്പം മുകളിലോട്ടാണ് പാലുള്ളത്. ഈ പാലിൻ്റെ ഭാഗം നമ്മൾ വെട്ടിയെടുക്കുന്നില്ല. 60 വർഷം കൊണ്ട് വെട്ടേണ്ട സാധനം നമ്മൾ 2 വർഷം കൊണ്ട് മരം മുറിച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മരത്തിൻ്റെ വണ്ണം കൂടിയ മരമാണെങ്കിൽ 4 ഭാഗവും വണ്ണം കുറഞ്ഞ ഭാഗമാണെങ്കിൽ അതിന് 3 ഭാഗമായിട്ട് മുകളിലോട്ട് അത്രയും ഭാഗമേ വെട്ടാവുള്ളൂ. അങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ മുകളിലോട്ട് കയറി വെട്ടും. മുകളിലോട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒരു ചാണിന്, അതായത് 9 ഇഞ്ചിന് മാത്രമേ വെട്ട് വരുന്നുള്ളൂ. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പാൽ ഒട്ടും നിലത്ത് പോകുന്നില്ല. അത് മുഴുവൻ ചിരട്ടയിൽ കിട്ടും. മരുന്ന് തേച്ചിട്ടാണ് വെട്ടുന്നത്. മരുന്ന് തേച്ച് വെട്ടിക്കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ നീളത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലഡ് അധികം വന്നു വരികയില്ല. അസമയം ഒരു നേഴ്സുമാർ വരുന്ന ആ ഞരമ്പെ കുത്തി കഴിയുമ്പോഴുള്ള രക്തം മുഴുവൻ വരും എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് റബ്ബറിന്റെ ഉൽപ്പാദനം മുകളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അത് നമ്മൾ ആ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ താഴെ നിന്ന് നമ്മൾ പട്ടം മുറിച്ച് താഴെ നിന്നാട്ടാണ് വെട്ടിയെടുക്കുന്നത്. അതല്ല, മുകളിലോട്ടാണ് ആദായം കൂടുതൽ കിട്ടുന്നത്. ആ കൂടുതൽ എടുക്കുന്ന പാലാരും എടുക്കുന്നില്ല.
അത് എടുക്കാനായിട്ട് ആൾക്കാർക്ക് ടെക്നിക്കില്ല. ഇത് സ്ലോട്ടർ കൊടുക്കുമ്പോഴത്തേന് മട്ടം മുടിച്ചിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഒരു ചാൺ മാത്രം വെട്ടുക, അതായത് 9 ഇഞ്ചിന് മാത്രം, ഏകദേശം 9 ഇഞ്ചിന് മാത്രം നടത്തി വെച്ചിട്ട് അത് കറക്റ്റായിട്ട് വെട്ടിക്കൊണ്ട് പോവുക. ഇപ്പം മരുന്ന് വെച്ചിട്ടാണ് വെട്ടേണ്ടത്. അപ്പം ഞാൻ എത്തിഫോണായിരുന്നു തെച്ചുകൊണ്ടിരുന്നത്, ഇതുവരെയായിട്ടും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. റബ്ബറോട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ടാണ് എത്തിഫോണാണ് ഞാൻ തേക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വെട്ടി അതിൻ്റെ പാല് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വെട്ടുമ്പോഴത്തേന് ആദ്യമേ എനിക്ക് വെട്ടിയപ്പോഴത്തേന് ഏകദേശം ഒരു മൊത്തം മരം വെട്ടുമ്പോഴത്തേക്ക് 10-25 ഷീറ്റേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരു വർഷം വെട്ടാതിരുന്ന സമയത്ത് എനിക്ക് ആദ്യമേ വെട്ടിക്കുന്ന മറ്റേ പട്ട വെട്ടുന്ന ആദ്യത്തെ പട്ട വെട്ടുന്നതിനെ കൂടിയ പാൽ എനിക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അത് എളുപ്പത്തിൽ വെട്ടാനും പറ്റും. അതിന്റെ ആ പട്ടയ്ക്ക് വളരെ കട്ടിക്കുറവാണ്. ഈ നമ്മൾ സ്ലോട്ടർ വെട്ടുമ്പോൾ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ലോട്ടർ വെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് വലിയ പ്രശ്നമില്ല, ആർക്കും വെട്ടാം. അത് വെട്ടിക്കഴിഞ്ഞാൽ കേട് വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിനുള്ള മരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് ഈ മരത്തിനും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അതിനുള്ള മരുന്നുകൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോട്ടത്തിൽ തന്നെ അതിന് മരുന്നുണ്ട്. അതായത് ചെതൽപ്പറ്റിന്റെ മണ്ണുണ്ട്. അതിന് പൈസയൊന്നും അതിന് കൊടുക്കണ്ട. ആ ചെതൽപ്പറ്റിന്റെ മണ്ണും ഈ ചാണകവും കുറച്ച് പിണ്ണാക്കും എല്ലാം കൂടെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് 30 ദിവസത്തിന് ഇത് പട്ട ഉണങ്ങുന്നതിന് മുൻപ് അത് വരട്ടി കഴിഞ്ഞാൽ അതിന്റെ കേടുപാടുകൾ പോകുന്നു. അതുകൊണ്ട് വർഷങ്ങൾ എത്ര വർഷം വേണമെങ്കിലും ഇത് വെട്ടിയെടുക്കാൻ സാധിക്കും. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു കാര്യം ഇപ്പോൾ എത്ര വർഷം മുതലാ ഇത് സ്ലോട്ടർ ചെയ്യാൻ പറ്റുക? ഒരു മരുന്ന് തേക്കേണ്ടതും സ്ലോട്ടർ ചെയ്യേണ്ടതും ഒരു 20 വർഷം കഴിയുമ്പോൾ തന്നെ ആണ് ചെയ്യേണ്ടത്. 20 വർഷം കഴിഞ്ഞിട്ട് മുകളിലോട്ട് ആണ് വെട്ടേണ്ടത്. അങ്ങനെ 20 വർഷം വെട്ടിക്കഴിഞ്ഞാൽ അതൊരു 5 കൊല്ലം വെട്ടി കഴിയുമ്പോഴത്തേന് അവിടെ ഏകദേശം മുകളിൽ നമ്മൾ കയ്യെത്തുന്ന ദൂരം വെട്ടി കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 കൊല്ലെങ്കിലും വെട്ടാൻ പറ്റും. ഒരു വശം, അതായത് 3-1 മാത്രം ഭാഗം വെട്ടാൻ പറ്റും. അത് വെട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുഭാഗത്തേക്ക് അതേമാതിരി തന്നെ വെട്ടാൻ പറ്റും. നിലത്ത് നിന്നിട്ട് തന്നെ വെട്ടാൻ പറ്റും. അത് അത്രയും വെട്ടിയാൽ മതി. കാരണം അങ്ങനെ വെട്ടിക്കഴിയുമ്പോഴത്തേന് അധികം നമുക്ക് ഇവിടുത്തെ സ്ലോട്ടർ വെട്ടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കൈക്ക് വേദന, കാലിന് വേദനയൊക്കെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ വട്ടത്തിൽ വെട്ടി വരണം. വട്ടത്തിൽ വെട്ടി വരുമ്പോൾ പാലൊന്നും ചേട്ട കിട്ടുന്നില്ല. ഇതിപ്പം കുറച്ച് ഭാഗമേ വെട്ടുള്ളൂ. അതിനല്ലേ അറിവ് വേണ്ട. അപ്പം തിരിച്ച് മറുവശം വീണ്ടും പിന്നെ വെട്ടാൻ പറ്റുമോ? മറുവശം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിപ്പം വെട്ടി ഈ 17 വർഷം കൊണ്ട് ഞാൻ ചുറ്റിനും വെട്ടി കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന താഴെ തന്നെയുള്ള ആ പട്ടയാണ് വെട്ടുന്നത്. അത് വളരെ സിമ്പിളായിട്ട് വെട്ടാൻ പറ്റും. ഈ റബ്ബർ കർഷകർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് റബ്ബറിന്റെ പട്ടമാണ്. എനിക്ക് തോന്നുന്നു ഇന്നുവരെ ശാസ്ത്രീയമായ ഒരു പരിഹാരം അതിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ തന്നെ 3 ദിവസം ഒരിക്കലാണ് തൈമരം വെട്ടാൻ തുടങ്ങി. 3 ദിവസത്തിൽ ഒരിക്കലേ വെട്ടിയിട്ടുള്ളൂ. എന്നിട്ടും ചില മരങ്ങൾക്ക് പട്ടമരപ്പ് എന്തെങ്കിലും പ്രതിവിധി കണ്ടു? ഞാൻ അതിന് 10 മരത്തിന്റെ എനിക്ക് പട്ടമരപ്പ് വന്നിരിക്കുന്നതിൽ ഞാൻ അതിനകത്ത് 7 മരങ്ങൾക്ക് എനിക്ക് അതിനകത്ത് പ്രയോജനം കിട്ടി. 3 മരത്തിന് ഞാൻ പരാജയപ്പെട്ടു. അതായത് ഈ മരം മുഴുവൻ ഞാൻ ചിരണ്ടി, നല്ലോണം തൊലി ചിരണ്ടി, പാല് വരുന്ന രീതിയിൽ ചിരണ്ടി കഴിഞ്ഞപ്പോഴത്തേന് ഈ ചെതൽപ്പറ്റിന്റെ മണ്ണും പിണ്ണാക്കും ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് തട്ടി കഴിഞ്ഞു. അത് വന്നു കഴിയുമ്പോഴത്തേന് ഈ ജീവനുള്ള പട്ട അത് കിളുക്കും. ചിലത് കാൻസറാണ്. ആ കാൻസർ വന്നു കഴിഞ്ഞാൽ അത് പോയി. അതിന്റെ മണ്ടയ്ക്കാണ് പാലുള്ളൂ. അത് ചിലത് ഒരു 75-80% വിജയിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ 10 മരത്തിൽ 3 മരം എൻ്റെ ഫെയിലായിപ്പോയി. അത് ചിരണ്ടി അതവിടെ നിർത്തണം. അല്ലെങ്കിൽ ഒന്നി ഗോഡൌൺസും പറ്റുന്നത് നല്ലതാണ്. ഞാൻ പറ്റിയിരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ജൈവ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കാശ് മുടക്കാതെ നമുക്ക് പ്രകൃതിയും തന്നെ കിട്ടുമല്ലോ. അതെടുത്തിട്ട് ഞാൻ കുഴമ്പ് രൂപത്തിൽ അങ്ങ് പറ്റി അതങ്ങനെ ചെയ്തു തരും. നമ്മുടെ നാട്ടിൽ ഈ റബ്ബർ ബോർഡ് റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ആകർഷണീയതയുള്ളതാണ് ഈ പുതുകൃഷി നടത്തുമ്പോൾ, പുതിയ റബ്ബർ വെക്കുമ്പോൾ അവർക്ക് സബ്സിഡി കൊടുക്കാറുണ്ട്. പക്ഷെ ചില കർഷകരെങ്കിലും ആ സബ്സിഡി വേണ്ട എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അതെന്താ അങ്ങനെ? ഞാൻ പറയുന്നത് ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വ്യവസായികൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് നമുക്ക് 30 ദിവസം നമുക്ക് ഈ റബ്ബർ വെട്ടിക്കഴിഞ്ഞാൽ ഈ സബ്സിഡിയുടെ പൈസ നമുക്ക് കിട്ടും. കാരണം ഇത് വ്യവസായികൾക്ക് മരം വേണം, കസേര പണിയണം, കട്ടിൽ പണിയണം, മറ്റത് വേണം. അവരുടെ ടാർഗറ്റാണ് ഈ റബ്ബർ ബോർഡിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ നല്ല നല്ല തൈ വെപ്പിക്കുക, കൃഷിക്കാരനെ കൊണ്ട് വെപ്പിച്ച് അത് ഉടനെ തന്നെ മരങ്ങൾ കൊടുപ്പിക്കുക. അവർക്ക് കൊടുപ്പിക്കുക എന്നുള്ളത്. നഴ്സറിക്കാർ പറയാം അവർക്ക് നല്ല ഇനം മരമുണ്ട്, നല്ല ഇനം മരം ഇവിടെ കിട്ടുന്നുണ്ട്, നീ 10 ഷീറ്റ് കിട്ടുന്നെങ്കിൽ 12 ഷീറ്റ് കിട്ടും. അവർ പറഞ്ഞാൽ ശരിയാക്കി 12 ഷീറ്റ് കിട്ടുന്ന മരം വെക്കുമ്പോഴത്തേന് നമുക്ക് നിലവിൽ കിടക്കുന്ന മരം മുഴുവൻ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വെറുഭൂമിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അന്നത്തേക്ക് പല ടാർഗറ്റാണുള്ളത്. അത് ബാങ്കുകാർ പറയും ഞങ്ങൾക്ക് സബ്സിഡി ഇല്ലാതെ തന്നെ പൈസ തരാമെന്ന് പറയും. അവർ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് തരാമെന്ന് പറയും. റബ്ബർ ബോർഡുകാർക്ക് ഈ 30,000 രൂപ കൊടുത്തു കഴിയുമ്പോൾ ഈ കർഷകന്റെ അവിടുത്തെ അടിമകളെ പോലെ ഇന്നും പണിയെടുപ്പിക്കുന്നതേ ഉള്ളൂ. ആ പണിയെടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കുക. കർഷകൻ ഈ 10 വർഷം എങ്ങനെ ജീവിക്കും?
ആ ജീവിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാർഗമില്ലല്ലോ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ 1947 റബ്ബർ ബോർഡിനെ ആണ് ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഇതുവരെയായിട്ടും ഇത് റബ്ബറിന് ഒരു ആയുസ് അവർ പറഞ്ഞിട്ടില്ല. റബ്ബറിന് ആയുസ് പറയാത്തതിന്റെ കാരണം എന്താ? തെങ്ങിന് ആയുസ് പറഞ്ഞിട്ടുണ്ട്, 70 വർഷം തെങ്ങിന് ആയുസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടിക്ക് 30 വർഷമുണ്ട്, കപ്ലാവിന് 30 വർഷമുണ്ട്, 50 വർഷം ഇങ്ങനെയൊക്കെ ഉണ്ട്. റബ്ബർ ബോർഡ് ഇതുവരെയായിട്ടും ഇതിന് ആയുസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ആയുസ് പറയാത്തതിന്റെ കാരണം എന്താണെന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഈ സബ്സിഡി എന്ന് പറയുന്ന സാധനം നമ്മൾ കർഷകന് എന്തെങ്കിലും ചെറിയൊരു പൈസ കിട്ടി സബ്സിഡിക്ക് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേന് ആ സബ്സിഡിയുടെ പറയാൻ പോകുന്നത് നമ്മുടെ മറന്നു കിടക്കുന്ന ആദായം നമ്മൾ എടുക്കാൻ പോകുന്നു. ആ ആദായം എടുക്കാതെ നമ്മൾ സബ്സിഡിയുടെ പുറകെ പോകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാരന്റെ പരാജയം. ഈ പരാജയത്തിൽ നിന്ന് മാറി സ്വന്തം അവനവന്റെ ആദായം എടുത്ത് ജീവിക്കാനായിട്ട് പഠിക്കണം. നമ്മളൊരു ചെറിയ സബ്സിഡിക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെറിയ പൈസ. അതായത് സായിപ്പന്മാർ പണ്ട് ഒരു സിഗരറ്റ് ചുമ്മാ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അപ്പോഴത്തേക്ക് ഇത് ബീഡി വലിക്കുന്നവരെല്ലാം സിഗരറ്റ് ഫ്രീ ആയിട്ട് ഇടുന്ന സാധനം വലിക്കാൻ തുടങ്ങി. ഇവൻ അവസാനമായപ്പോഴത്തേന് ബീഡി വലിക്കുന്നതിന് 10 പൈസയാണെങ്കിൽ ഇതിന് 2 രൂപയ്ക്ക് കൊടുത്ത് മേടിക്കാൻ നിർബന്ധിതരായി വലിക്കാൻ തുടങ്ങി. അതേമാതിരിയാണ് ഈ സബ്സിഡി എല്ലാ കാര്യങ്ങളും. അത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഈ സബ്സിഡി മേടിക്കുക നിർത്തണം. അവനവൻ്റെ പറഞ്ഞ ആദായം അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള ഒരു മാനസിക അവസ്ഥ കർഷകനുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇത് റബ്ബർ ബോർഡിന്റെ സബ്സിഡി വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം. അവനവന്റെ ആദായം ഉണ്ടല്ലോ, നമ്മൾക്ക് ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ നിന്നാണ് നമ്മൾ വായ്പ മേടിക്കാൻ പോകുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം.